കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും ഇന്ന് രാവിലെ ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പോഴൊക്കെ പറയും, എൻ്റെ ആ ഇന്ന വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉപകാരപ്പെടുമായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. എവിടെയൊക്കെയോ കൈവിട്ടു പോയ ചില ബന്ധങ്ങളെ നോക്കി എനിക്കതുണ്ടായിരുന്നെങ്കിൽ, അവരുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ മാനസികമായിട്ട് പദം പറഞ്ഞ് വിഷമിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടമായി പോയ ചില ബന്ധങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരുടെ സങ്കടങ്ങൾ ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നികത്താൻ കഴിയാത്ത വിധമുള്ള ഒരു ശൂന്യത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയെങ്കിലുമൊക്കെ സംബന്ധിച്ച് നേരിടുന്നുണ്ടെങ്കിൽ കർത്താവിന് നമ്മളോട് ചില കാര്യങ്ങൾ ഇത്തരണത്തിൽ പറയാനുണ്ട്. അത് കേൾക്കാനാണ് സത്യത്തിൽ ഇന്നത്തെ പ്രവചന ദൂത്. യേശു അത് നമ്മളോട് പറയുന്ന വാക്കുകളിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ തിരുവചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 4 മുതലുള്ളതായ വചനങ്ങളിൽ ഇങ്ങനെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്: ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഒരു നാണക്കേടിൻ്റെ വക്കിൽ അപമാനം പ്രതി പേടിച്ച് നിൽക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ ശക്തമായ ആലോചനയാണിത്. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. എന്തിൻ്റെ പേരിലാണ് പലപ്പോഴും നാണം കെട്ടു പോകുന്നത്? അഭിമാനക്ഷതം, അത് ജീവഹാനിയേക്കാൾ വലുതായി കാണുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതിനേക്കാളങ്ങ് മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ അവർ ചിന്തിക്കുന്ന നിലയിൽ, തങ്ങളുടെ മാന്യതയ്ക്ക് കളങ്കം വരുന്ന നിലയിലുള്ള ജീവസാഹചര്യങ്ങളെ നേരിടുന്നത് അവർക്ക് വലിയ വേദനയാണ്. നമ്മൾ അത്തരം അവസ്ഥകളെ നേരിടുമ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്കൊന്നും പോകരുത് എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പകരം യേശു നമ്മളോട് പറയുന്ന ഈ വാക്കിന് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരുന്നേനെ. യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. എന്നിട്ടൊരു വാക്ക് പറയുന്നു, നീ ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. പരിഭ്രമങ്ങൾ വേണ്ട, അവഹേളനപരമായതൊന്നും വരികയില്ല. തിരുവചനത്തിലെ സങ്കീർത്തന ഗ്രന്ഥങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. എളിയവരായ നമ്മൾക്ക് ജീവിതത്തിൻ്റെ വലിയ നിന്ദയുടെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ, അയ്യോ എനിക്കിത് വന്നല്ലോ എന്നൊക്കെ ചില അവസ്ഥകളെ ഓർത്ത് വേദനിക്കുന്ന വേളയിലാണ് കർത്താവ് പറയുന്നത്, എൻ്റെ മുഖത്തേക്ക് നോക്കൂ, നിന്നെ മൂടാൻ നീതിസൂര്യനായ ഞാൻ നിന്റെ തലയ്ക്ക് മീതെ തെളിഞ്ഞു നിൽക്കുന്ന കാലത്തോളം നിനക്ക് ആ ഒരു ദുർവിധി വരില്ല. എന്നിലേക്ക് നോക്കിയാൽ നിന്റെ ജീവിതം ഇരുട്ടിലാകാതെ പ്രകാശമയമായി തീരും. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. എന്നിട്ട് ഒരു വാക്ക് പറയുന്നു, നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നല്ല യൗവനകാലത്ത് നാണക്കേടുകൾ സഹിക്കേണ്ടി വരുന്നതൊരു വല്ലാത്ത വേദനയാണ്. ഒരുപാട് അവഹേളനപരമായ ജീവിതാവസ്ഥകളിലൂടെ യൗവനകാലത്ത് കടന്നു പോകേണ്ടി വന്നതിനെ തുടർന്ന് മാനസികമായിട്ട് തന്നെ തകർന്നുപോയ ഒത്തിരി മനുഷ്യരെ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആവോളം അങ്ങനെയുള്ളവരെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താൻ ഞാൻ മനസ്സ് വെക്കാറുമുണ്ട്. എന്നാൽ വലിയൊരു അപമാനം നേരിട്ടതിനെ തുടർന്ന് ഭൂമിയിൽ ആർക്കും സഹിക്കാൻ വയ്യാത്ത വിധമുള്ള നിന്നയിലൂടെ കടന്നു പോയിട്ട് ഒന്ന് കരയാൻ പോലും വയ്യാത്ത വിധം മനസ്സ് മരവിച്ചു പോയ ഒരു പെൺകുട്ടിയെ കുറേ കാലങ്ങൾക്ക് പുറകിൽ ഞാൻ കണ്ടു. ഞാൻ അന്ന് അവളോട് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും ഒത്തിരി കാലങ്ങൾക്ക് ശേഷം അവൾ കരയുന്നതും എനിക്ക് കാണാൻ കഴിഞ്ഞു. അന്ന്
മനസ്സിൻ്റെ ആ ഭാരം മാറുകയും അവൾ ദൈവകൃപയാൽ സുഖപ്പെടുകയും ചെയ്തു. യൗവനത്തിലുണ്ടാകുന്ന അവഹേളനം വല്ലാത്ത വേദനയാണ്. പക്ഷേ ഈ തിരുവചനം പറയുന്നു, നിന്റെ യൗവനത്തിലെ നിന്ന നീ മറക്കും. നിങ്ങൾ ഏത് നിലയിൽ നാണക്കേട് സഹിച്ചിട്ടുള്ള ആളാണേലും നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾക്ക് പറ്റിപ്പോയ തട്ടുകേടുകൾ, പിഴവുകൾ, നിന്ദകൾ, ഇതിനെല്ലാം പകരമായി ദൈവം നൽകുന്ന ചില നല്ല കാലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് വരാൻ പോകുകയാണ്. ഏത് പേരുദോഷവും ആരും മറന്നുപോകുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ യുഗം വരുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പുഴുക്കളെ പോലെ, പച്ചില തിന്നു തീർക്കുന്ന പുഴുക്കളെ പോലെ പലരുടെയും നാവുകളാലും വാക്കുകളാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തളിരിട്ട കാലങ്ങൾ അവഹേളനത്തിൻ്റെ കൂർത്തുമൂർത്ത പല്ലുകൾ കൊണ്ട് പലരും കടിച്ചു തിന്നു തീർത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവസാനിക്കുകയല്ല, പിന്നെയും ഇരട്ടി ശക്തിയോടെ തളിർക്കുന്നൊരു നല്ല പൊട്ടിക്കിളിർപ്പിൻ്റെ യുഗം ഞാൻ നിൻ്റെ മുമ്പിൽ ഒരുക്കുമെന്നാണ് യേശു നിങ്ങളോട് പറയുന്നത്. നമുക്ക് ആ വാക്കിൽ നിന്ന് ആമേൻ പറയാം. ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിന്ന് വേദനപൂർവ്വം നേരിട്ട ജീവിതത്തിൻ്റെ നിന്നാകാലങ്ങളോട് അവർ വിട പറയുകയാണ്. ഫൈനലി ഒരു വാക്ക് പറയുന്നു, നിൻ്റെ വൈദവ്യത്തിൻ്റെ നിന്ന ഇനി ഓർക്കുകയില്ല. ഞാൻ ആ വാക്ക് വിവരിക്കുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരാൾ പെട്ടെന്ന് ലൈഫിൽ നിന്ന് ആബ്സെൻ്റ് ആകുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന വേദനയാണത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചത് ഹസ്ബൻഡാണ്, ഒരു സഹോദരിയെ സംബന്ധിച്ചത് സ്വന്തം കൂടപ്പിറപ്പാണ്, ഒരമ്മയ്ക്ക് മകനോ മകളോ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞാണ്, ഒരു മാതാവിനും പിതാവിനും അങ്ങനെയാണ് എങ്കിൽ ജീവിത പങ്കാളിക്ക് തങ്ങളുടെ ഒപ്പമായിരുന്ന ആ ആൾ, ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് തൻ്റെ ഹൃദയങ്ങൾ പങ്കുവച്ചിരുന്ന നല്ല ബന്ധം, ഇങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചാരി നിന്നതും നമ്മൾ ആശ്രയം വെച്ചതുമായിരിക്കുന്ന നല്ല ബന്ധങ്ങൾ അടർന്നു പോകുമ്പോൾ പകരക്കാരെ കൊണ്ട് 100 പേർ പകരം വന്നാലും അവരെ കൊണ്ടൊന്നും നികത്താൻ കഴിയാത്ത വിധം ആ ശൂന്യതാബോധത്തിൻ്റെ വിടവ് ഇങ്ങനെ എന്നും അതുപോലെ തന്നെ അവശേഷിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആ ശൂന്യതാബോധത്തിൻ്റെ ഒഴിവിടങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നൊരു വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തെ ജീവിതത്തിൻ്റെ ആ ശൂന്യതയുടെ പ്രദേശത്തെ എൻ്റെ സ്നേഹം കൊണ്ട് സമ്പന്നമാക്കി നിറയ്ക്കാം. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരാൾ നിനക്കെന്തായിരുന്നു, അതിന് പകരം ഞാൻ നിനക്കായിത്തീരാം. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ അറ്റുപോയ ബന്ധങ്ങൾ, മരവിച്ചുപോയ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, എവിടെയൊക്കെയോ കൈവിടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നല്ല കാലത്തിൻ്റെ സന്തോഷങ്ങൾ, ഇനിയും തിരിച്ചു വരില്ല എന്ന് സ്വയം പറഞ്ഞിരിക്കുന്ന ആ ആനന്ദത്തിൻ്റെ നല്ല ദിനരാത്രങ്ങൾ, അത് അങ്ങനെ പറയാൻ വരട്ടെ. അത് തിരികെ വരും. യേശു അതിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ നമ്മളോട് പറയുന്നു, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ഇതെങ്ങനെ ശരിയാകും? ഇത് ശരിയാകും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പകരം ഒരാളെ സൃഷ്ടിച്ചു കൊടുക്കുകയല്ല, ദൈവം ആ റോളിലായിത്തീരുകയാണ്. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ദൈവിക വെളിപ്പാടുകളിലൊന്ന് ദൈവം മനുഷ്യരുടെ കൈകളിലെ കൈക്കുഞ്ഞായി എന്നുള്ളതാണ്. ദൈവം നല്ലൊരു മകനായി തീർന്നു എന്നുള്ളതാണ്. ദൈവം നല്ലൊരു കൂട്ടുകാരനും നല്ലൊരു സഹോദരനുമായി തീർന്നു എന്നുള്ളതാണ്. ഈ ബന്ധങ്ങളെയെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ബൈബിളിലെ ക്രിസ്തു വെളിപ്പാട് ഇങ്ങനെ വിടർന്നു പരിലസിച്ച് നിൽക്കുമ്പോൾ യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ശ്രേഷ്ഠതകളിലൊന്നാണ്, നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ഭൂമിയിലെ ഏറ്റവും നല്ല രക്തബന്ധം ഏതോ ആ രക്തബന്ധത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഏറ്റവും തനതായി മനസ്സിലാകുന്ന ആത്മബന്ധമേതോ ആ ആത്മബന്ധത്തിൻ്റെ പരിപാവനതയ്ക്കൊത്ത വിധം യേശുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൻ്റെ രൂപത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അത്തരത്തിലായിത്തീരാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഒരുപക്ഷെ അത് ചെറുതാകേണ്ട നിലയായിരിക്കാം. ക്രൂശോളം ചെറുതായവന് ദൈവമായിരുന്നിടത്തു നിന്നും ഒരു അടിമയെ പോലെയുള്ള കിരാതമായ ക്രൂശുമരണം ഏൽക്കത്തക്ക വിധം ചെറുതാകാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നന്നായിട്ട് ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യാൻ അറിയാം. ഭർത്താവിന് പകരം മറ്റെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ആ കരുതൽ നൽകാനുണ്ട് എന്നുള്ള വാക്ക് നൽകി യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നല്ല പ്രായത്തിൽ തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുമെന്നോർത്ത് കരഞ്ഞ് ദിവസങ്ങളോളം വേദനിച്ച
ഒരു സഹോദരിയോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോടൊരു വാക്ക് പറഞ്ഞു. നിന്റെ പ്രിയപ്പെട്ടവൻ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ എങ്ങനെ എത്ര മനോഹരമായി നിന്റെ കുഞ്ഞിൻ്റെ ഭാവി നടക്കുമായിരുന്നു. അതിനൊരു കുറവും വരാതെ ഞാൻ നിന്റെ തലമുറയുടെ കാര്യങ്ങൾ നടത്തുമെന്ന് യേശു പറയുന്നു. കാരണം ഭംഗിയായി എല്ലാം നല്ലതായി ചെയ്യാൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്ത് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൂട്ടാളിയായി ഉണ്ടാകും. പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഏറ്റവും ശ്രേഷ്ഠമായ പൈതങ്ങളുടെ ഭാവി ധന്യമായ ഭവനങ്ങളിൽ, ഉചിതമായ നല്ല ബന്ധങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടു. നല്ല നിലയിൽ ആ തലമുറകൾ ഇന്ന് ജീവിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ബന്ധമേതോ ആ ബന്ധമായി യേശു നമുക്ക് വെളിപ്പെടുന്നു. അതുകൊണ്ട് ആകുലതകൾ വേണ്ട, ടെൻഷനുകൾ ഒട്ടും വേണ്ട. കർത്താവ് കൂടെയുണ്ട്. ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, ഈ വാക്കുകളുടെ മുമ്പിൽ ഹൃദയം തുറന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച വാക്കുകളാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ആത്മാവ് ഞങ്ങളെ സകല സത്യത്തിന് വഴി നടത്തുകയും നീതിബോധങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ ആനന്ദങ്ങളാലും നിറയ്ക്കണമേ. സർവ്വവിധ സന്തോഷങ്ങളും ഞങ്ങൾക്ക് തരണമേ. ഏറ്റവും നല്ല ബന്ധുവായി ആത്മമിത്രമാമേശു ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ആരാധനാ സ്ഥലം കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള ബൈബിൾ സൊസൈറ്റിയുടെ അരികിലുള്ള വഴിയെ മുകളിലേക്ക് വരുമ്പോൾ വലിയൊരു ആൽമരം നിൽക്കുന്ന, വലതുവശത്ത് ആൽമരം നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ. മന്നാകുളത്തിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ MK ടവേഴ്സ്. ആ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടായ്മ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റെഡ് ക്രോസിലോ IMA ഹാളിലോ ഒന്നും പോയേക്കരുത്, ഇങ്ങോട്ട് തന്നെ അങ്ങ് വന്നേക്കണേ. നമുക്ക് നേരിട്ട് കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.